ചലിക്കുന്ന മാംസപിണ്ഡം നമ്മള് നാം ചിതലരിച്ചു തീരുമൊടുവിൽ മണ്ണില്. ചലിക്കുന്ന മാംസപിണ്ഡം നമ്മള് നാം ചിതലരിച്ചു തീരുമൊടുവിൽ മണ്ണില്. ഇല്ലെന്നതില്ല രക്ഷയാർക്കും ആരില്. എല്ലാം വിട്ടെറിഞ്ഞു പോണം പള്ളിക്കാട്ടില്. പള്ളിക്കാട്ടിലാണു നാളെ മണിയറ. കനമേറിടുന്ന കല്ലതിൻ്റെ മേലെ പൊള്ളിടുന്ന ചൂടു തിങ്ങും കല്ലറ. നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ നീളേ. മക്കളെ, അപ്പൊ എന്തായാലും ഒരു പാട്ടിൽ അങ്ങോട്ട് തുടങ്ങി. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ കിച്ചണിലാണ് ഉള്ളത്. അപ്പൊ ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകരോടും ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഈ ഒരു വീഡിയോ കിച്ചൺ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പുതിയ വീട് കണ്ട് മടുത്തു, അതല്ല കിച്ചൺ കണ്ട് മടുത്തു, ഇനി അതിനെ കാണാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണരുത് കേട്ടോ. കാരണം സ്കിപ്പ് ചെയ്തോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് വീട് വെക്കുന്നവരും വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു ജസ്റ്റ് കുറച്ച് ഇൻഫർമേഷൻസ് തരാം. കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അയ്യോ അത് വേണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ മതിയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഈ കിച്ചണിലുണ്ട്. ചിലവർ എന്നോട് ആദ്യം അതൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ചെവി കൊള്ളാതെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നിന് ഗുണമായി വന്നിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കാതെ കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങേറാണ്. കാരണം നമ്മൾ അത്രയും ഫണ്ട് മുടക്കി ആ സാധനം അവിടെ സെറ്റ് ചെയ്തെങ്ങാണ്ട് പിന്നീട് അത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം വേസ്റ്റാണ് ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും മാക്സിമം എല്ലാവർക്കും വീട് വെക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു നല്ല കുറച്ച് വശങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ അല്ലേ, അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതായത് ഞാൻ ചെയ്തതിൽ ഒരിക്കലും ഇതാരെയും നമ്മളെന്താണെന്ന് വെച്ചാൽ എല്ലാം എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. എന്നോട് എല്ലാവരും എന്താ വെച്ചാൽ എൻ്റെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നമുക്ക് അതങ്ങനെ ചെയ്താൽ മതിയായിരുന്നു പിന്നീട് തോന്നിയ ചില കാര്യങ്ങൾ. അത് കിച്ചണിൽ മാത്രമേ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അല്ലാത്തടത്തൊക്കെ നമുക്ക് ഫുള്ള് ഓക്കെയാണ്. അതായത് നമുക്ക് എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. കിച്ചണിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2-3 കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോയത്. നമ്മൾ അക്ബർക്ക് എല്ലാം സെറ്റ് ചെയ്തെന്നാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് എല്ലാം കയ്യിൽ നിന്ന് പോയതാണ്. ഓക്കെ, നമ്മൾ തന്നെയാണ് വലുത് വെച്ചിട്ട് നിന്നതാണ്. ശരിക്കും നമ്മുടെ അറിവും അതിനേക്കാൾ അറിവുള്ള ആൾക്കാരുടെ അടുത്തും സംസാരിക്കുമ്പോഴാണ് പലതും തമ്മിൽ കൂട്ടി യോജിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ എന്തായാലും സിനുദ ഇവിടെ തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മോള് കിച്ചണിലല്ല മോള് ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഉമ്മ തെറാപ്പിക്ക് പോയിട്ട് ഉമ്മ ചിലപ്പോൾ തറവാട്ടിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വരും. ഉമ്മ ഒന്നും ഇവിടെ ഇല്ല. എന്തായാലും ഓള് നല്ല മീനൊക്കെ ഞങ്ങൾക്ക് ഏതൊരു മീനും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അതൊക്കെ പൊരിച്ച് സെറ്റാക്കി നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നിലവിൽ നമ്മളെല്ലാവരും കണ്ട് മടുത്ത നമ്മളുടെ കിച്ചൺ അല്ലേ. ഇനി ഇതിൽ എനിക്ക് മടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൽ വേണ്ട എന്ന് ഇപ്പോൾ തോന്നുന്ന സാധനം, കാരണം ഇതാ ഈ ഒരു ഏരിയ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ കുറേ നഷ്ടമായ മാതിരി ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു മോഡേൺ കിച്ചണിൽ ഒരിക്കലും ഒരു പുകടുപ്പിൻ്റെ ആവശ്യമില്ല എന്ന് എല്ലാവരും പറയുന്നേക്കാം. പക്ഷേ എൻ്റെ അറിവിൽ ഏറ്റവും നല്ലൊരു പുകടുപ്പും നല്ല ഫെസിലിറ്റി ഉള്ളൊരു അടുപ്പാണ്. പക്ഷെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഇൻഷാല്ലാ ഞാനിത് ഉപയോഗിക്കും. പക്ഷെ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഇവർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി കാണി, അതിൻ്റെ മുകളിൽ കയറ്റിച്ച് അടുപ്പിൻ്റെ മുകളിൽ അങ്ങനത്തെ ഒരു സാധനങ്ങൾ. പിന്നെ അങ്ങനെയല്ല കുറേ സാധനങ്ങൾ. ഇത് ഇന്ന് നമ്മൾ പാല് കാച്ചലിന് ഉപയോഗിച്ചിട്ട് പിന്നെ ഈ നേരം വരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു മോഡേൺ കിച്ചൺ ഈ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി അടുപ്പാണ്. എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പുകടുപ്പാണ്. അതിൻ്റെ ഇനി പൊളിച്ചിട്ടൊക്കെ പണിയുണ്ട്. അതിന് പറ്റൂല, ഇനി പൊളിക്കുന്ന പരിപാടിയില്ല. അതായത്
ആവും പോലെ എനിക്ക് പറഞ്ഞപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു ഇന്റെ അങ്ങനെയല്ല സ്ഥലത്തിൻ്റെന്ന് വെച്ചാൽ സ്ഥലമൊക്കെ നമ്മുടെ കിച്ചണിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു ഭാഗത്തെ ഏരിയ യൂസ് ചെയ്യാതാവുമ്പോഴാണ് നമുക്ക് ഒരു സങ്കടം വരുന്നത് ഗൈസ്. നല്ല അടുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും അതിൻ്റെ ഫെസിലിറ്റിയും എല്ലാം കൊണ്ടും സെറ്റാണ്. കാരണം ഇത് നമ്മൾ അന്ന് യൂസ് ചെയ്തതാണ്. എല്ലാം കൊണ്ടും സാധനം സെറ്റാണ്. എന്താ അച്ചാറൊക്കെ ഇത് മീൻ പൊള്ളിച്ചതൊക്കെ വെക്കാനുള്ളതാണ്. എല്ലാ ഫെസിലിറ്റിയുള്ള അടുപ്പാണ്. കേക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രില്ലും ഉണ്ടാക്കണം. പക്ഷെ നിങ്ങൾ അതിനൊന്നും മെനക്കിടുന്നില്ല. എന്നാ എൻ്റെ ചാനലിൽ അൽഫാം ഉണ്ടാക്കാം, അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. കാരണം ഈ ഒരു ഏരിയ നിങ്ങൾ ഉപയോഗിക്കാത്ത കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കിച്ചൺ സെറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കണ്ടോ, നമ്മൾ ഈ സൈഡൊക്കെ നമ്മൾ മോഡേൺ ആക്കി എല്ലാം സെറ്റ് ചെയ്ത് കണ്ടോ ഇവിടെ എത്തിയപ്പോൾ. പക്ഷെ വേറെ രസമുണ്ട്, അങ്ങനെ അവിടെ ഒരു കട്ടിങ് വന്നുകൊണ്ടാണ് എന്ത് ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയതും. ഈ ഒരു മൂലയിൽ അല്ല, ഒരു കണക്കിന് പോസിറ്റീവ് ഉണ്ട്. കാണുമ്പോൾ കിച്ചൺ വേറെ രീതിക്ക് മാറി. നമുക്ക് ആ ഒരു അടുപ്പ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താ ലൈറ്റ് ഇട്ട് വെച്ചാ എന്താ കറണ്ട് ബില്ല് കൊടുത്തിട്ടാ? നമ്മള് വീഡിയോ എടുക്കുമ്പോഴാട്ടോ ഇട്ടുള്ളൂ, അതെപ്പോഴും ഇട്ട് വെക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഭംഗി ഇതിന് കിട്ടും. സ്റ്റെപ്പ് ബൈ ആയിട്ട് ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കുന്നു, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു എൽ ഷേപ്പ് ഇരിക്കുന്നു, ഒരു വലിക്കണ സിസ്റ്റം ടേബിൾ ഇരിക്കുന്നു, അതിലൊരു ഡെക്കോർ ഐറ്റംസ് വെക്കുന്നു. ഇതൊന്നും നമ്മൾ എൽ ഷേപ്പ് ആണെങ്കിൽ ഇതൊന്നും കിട്ടില്ല. മൊത്തത്തിൽ ആ അടുപ്പില്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അതിൻ്റെ പിന്നീട് വന്ന ഐഡിയ ആണ്. പക്ഷെ അവിടെ ഒരു ഏരിയ ഉപയോഗിക്കാതെ ഇവർ വെക്കുമ്പോൾ എനിക്കിപ്പോൾ തോന്നുകയാണ് അത് വേണ്ടായിരുന്നു, അതിനെ നമുക്ക് പുറത്തേക്ക് ചെയ്യായിരുന്നു. കാരണം നമ്മളുടെ കിച്ചണ് അന്ന് ഇത് വരക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇതാണ് ശരിക്കും നമ്മുടെ കിച്ചൺ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ സിനു നിൽക്കണം, ഈ ഡെക്കോർ ഇരിക്കണല്ലോ, ഇതായിരുന്നു നമ്മുടെ കിച്ചൺ. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആയിരുന്നു. പക്ഷെ ഞാൻ രണ്ടും പാടെ ഒന്നാക്കിയതാണ്. അപ്പോൾ അടുപ്പ് സ്വാഭാവികമായിട്ട് അവിടെ തന്നെയാണ് വെക്കുക. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കിച്ചണിൻ്റെ കളറും തീമും എല്ലാം വൈറ്റും പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വർക്ക് ചെയ്യാനുണ്ടാവും. ഓപ്പൺ കിച്ചൺ ആയിരുന്നു. നമുക്ക് ഇവിടെ ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ ഈ ഫ്രിഡ്ജ് ഇരിക്കുന്നിടത്ത് ഓപ്പൺ ആയിരുന്നു. പക്ഷേ എനിക്കൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ എന്ത് മീൻ പൊരിക്കുകയാണ് എന്താണെങ്കിലും കിച്ചണിൽ സ്മെല്ലൊക്കെ അങ്ങോട്ട് എന്തായാലും വരും അല്ലേ. അപ്പോൾ അത് ഞാനങ്ങനെ ഒഴിവാക്കിയതാണ്. അപ്പോൾ എന്തായാലും വീട് വെക്കുന്നവർ ഒരു മോഡേൺ കിച്ചൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയതാണ്. എന്തായാലും അടുപ്പ് പക്ഷെ അത് അങ്ങനെയെന്ന് വെച്ചാൽ വൈറ്റ് കിച്ചണിൽ അടുപ്പ് എന്ന് പറയുമ്പോൾ എന്തായാലും പുകയും കാര്യങ്ങളൊക്കെ കൂടുതൽ വരും. പക്ഷെ എന്താ വെച്ചാൽ അവിടെ നമുക്കതിന് നല്ലത് അടുപ്പിനെ നമ്മൾ ഒരിക്കലും എന്താ പറയുക കേട്ടോ, അടുപ്പിൻ്റെ അറിവിൽ ഞാൻ കണ്ടതിലും അതിൻ്റെ മോഡലിലും ഏറ്റവും നല്ല ഒരു പുകടുപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പുകടുപ്പ് ചൂസ് ചെയ്യുക. കാരണം അതിൻ്റെ ഡിസൈനൊക്കെ നോക്കും. നമ്മുടെ കിച്ചണിനെ വെല്ലുന്ന അടുപ്പാണ്. പക്ഷെ എന്ത് വെല്ലുന്ന അടുപ്പാണെങ്കിലും ഇവർ ഉപയോഗിക്കുന്നതിലാണ് നമുക്ക് അടുപ്പിൻ്റെ കാര്യമുള്ളൂ. കാരണം അടുപ്പ് നമ്മൾ സെറ്റ് ചെയ്തതും നമ്മൾ ഇനിയൊരു കാര്യം കൂടി കാണിച്ചുതരാം. അടുപ്പിൻ്റെ ഭാഗം കണ്ടോ, 4 പുറം നമ്മൾ കറുപ്പിന് പകരം വൈറ്റ് ടൈലടക്കാണ് ഫുള്ള് ഒട്ടിച്ചിട്ടുള്ളത്. ഈ കിച്ചണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കുന്നത് പുകയും കാര്യങ്ങളൊന്നും വരില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് മുകളിൽ ചിമ്മിനി ഉണ്ട്, പിന്നെ കുഴലും പോകുന്നുണ്ട്. അതുകൊണ്ട് പുകയുടെ വലിയ പേടിയൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഒരു പേടി അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു കാര്യമുള്ളത്. ഏത് ഓക്കെ. അപ്പോൾ മോഡേൺ കിച്ചണിൽ ചിലപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു ആ ഒരു അടുപ്പ് പുറത്ത് സെറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ പണിത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് മനസ്സിലാവണം ഇവരത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ്. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്. ഇത് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റൂല കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിൻ്റെ സ്വിച്ചും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിന് വേറൊരു സിസ്റ്റം നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട്. നമ്മുടെ നിജിബ്ക വിൻ പ്ലസും നമ്മുടെ സിഗ ഓട്ടോമേഷനും വേറൊരു സംഭവം ഇൻഷാല്ലാ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ളിലായാൽ മതിയായിരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് ഉള്ളിൽ വെക്കാനാണെന്ന് അന്നും നമ്മളൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വന്നു. ഇവിടെ അടുപ്പ്, അതുപോലെ ഇവിടെ ഓവൻ, ഇവിടെ എന്താണ് എയർ ഫ്രയർ, മിക്സി, ഫ്രിഡ്ജ്, അങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വന്നപ്പോൾ എന്തായി, ഞാൻ പറഞ്ഞല്ലോ ഈ പുറത്ത് നമ്മൾ എന്തായാലും ഇൻഷാ അല്ലാ വർക്ക് ഏരിയ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഓൾറെഡി നമുക്ക് അവിടെ മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് എന്താണ് ഷീറ്റ് മേഞ്ഞ് അടുപ്പ്, ഉമ്മാക്കുള്ളൊരു അടുപ്പ് ഞാൻ അവിടെ സെറ്റ് ചെയ്യണം. ഉമ്മാക്ക് എന്നുള്ളതല്ല, ഒരു വിറകടുപ്പ് ഞാനവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പുകടുപ്പ് വേണമെന്നില്ല, അല്ലാതെ സാധാ പണ്ടത്തെ അടുപ്പ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവിടെ ഒരു അടുപ്പ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ്. നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉള്ളിലാവും, നമുക്ക് ഇവിടെ ഒരു അടച്ചുറപ്പാക്കാം. ഒരു വർക്ക് ഏരിയ സെറ്റപ്പ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയയുടെ പോലെ ഒരു സെറ്റപ്പ് ഇവിടുന്ന് അതുവരെ നമുക്ക് ഷീറ്റ് വേണം എന്നുള്ളൊരു പ്ലാനുണ്ട് ഗൈസ്. അല്ലേ, നമുക്കിങ്ങനെ വർക്ക് ഏരിയ ഉണ്ടാക്കണം എന്നുള്ള ഇപ്പോൾ തോന്നുന്നുണ്ടോ? എന്താണ് വർക്ക് ഏരിയ വേണം അല്ലേ? ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ പാർസൽ വാങ്ങി കൊണ്ടുവരേണ്ടി വരും അല്ലേ? പിന്നെ വർക്ക് ഏരിയ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വർക്ക് ഏരിയയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടോ ഇവിടെ മോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ പിന്നെ വർക്ക് ഏരിയയുടെ ഉള്ളിൽ പെടും. മറ്റേന്ന് വെച്ചാൽ രാത്രി ഇനിയിപ്പോൾ നമുക്ക് മോട്ടർ ഇടണമെങ്കിലും ഈ വാതിൽ തുറന്ന് ഇങ്ങോട്ട് വരണം. ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവനാൻ്റെ സേഫ്റ്റി നോക്കണമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ഗ്രില്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അടച്ചുറപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഒരു വീടിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. നീച്ച് കിടക്കുക എവിടെ എന്റെ തുമ്പി അവിടെ കോമ്പടേ ഇതൊക്കെ നീച്ചിട്ട് എടുക്ക ഇപ്പൊ കരിയത്. നമ്മള് പെര വെക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ആ നേരത്ത് നമ്മുടെ ചില ഇഷ്ടങ്ങൾ മാത്രം നോക്കിയിട്ട് നമ്മൾ എന്താക്കും, നമ്മളത് ചെയ്യും. പിന്നീട് നമ്മളത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. അപ്പോൾ 2-3 ആൾക്കാരൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഞാൻ സജഷൻ പറയുകയാണ്. ഞാനെന്താ വെച്ചാൽ ഞാൻ 2 കാര്യമാണ് കേട്ടോ നോക്കിയത്. ഞാൻ പിന്നീട് വർക്ക് ഏരിയ ഉണ്ടാക്കൂല എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ എന്താക്കി, ഉമ്മാക്ക് ഗ്യാസ് അടുപ്പിനേക്കാളും ഇഷ്ടം ഉമ്മാക്ക് മറ്റേ അടുപ്പാണ്, ഇപ്പോൾക്ക് ഇങ്ങനത്തെ അടുപ്പ് ഇഷ്ടമാണ്. അപ്പോൾ 2 പേരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ അടുപ്പ് കിച്ചണിൽ സെറ്റ് ചെയ്തതാണ്. പക്ഷെ നമ്മുടെ തീം വൈറ്റ് തീമാവുകൊണ്ട് അത് അതിന് ചേരാത്തതായിരുന്നു. അതായത് അടുപ്പ് അതിന് ചേരാത്തതായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമല്ല, നമുക്ക് എന്തായാലും വേറൊന്ന് നമുക്ക് പുറത്ത് സെറ്റ് ചെയ്യാം ഗൈസ്. ഇനി അടുപ്പിൻ്റെ മാത്രമല്ല മറ്റേത് നമ്മളത് അടച്ചുറപ്പാക്കി ഉള്ളിൽ ഇപ്പോഴും ആണെങ്കിൽ സെറ്റ് ചെയ്യാം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നമ്മൾ മറ്റേ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചില സാധനങ്ങൾ പുറത്തു പോകും. അപ്പോൾ അതിനും കൂടി നമ്മൾ സേഫ്റ്റി ആക്കണം. എൻ്റെ കുട്ടി അങ്ങനെ നീച്ച് വന്ന് നിൽക്കുന്നുണ്ട് അല്ലേ? ആണോ? അമ്പട തുമ്പട കൊമ്പടേ വായോ വായോ. അങ്ങനെ ഒരു വയസ്സ് തികയാൻ പോവുകയാണല്ലേ. ഇപ്പം എത്രയായി? 8 മാസം കഴിഞ്ഞ് 9ലേക്ക് പോവല്ലേ? 9 മാസമായി ഗൈസ്. ആയോ? ഇതെപ്പോഴാണ് പ്രസവിച്ച് ഗൈസ്? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അത് പറയണം. ജൂൺ 4. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജൂൺ 18 അല്ലേ? എൻ്റെ കുട്ടികളെ മറന്നാലും എൻ്റെ മറക്കാൻ പറ്റൂലേ? അപ്പൊ എന്തായാലും ഗൈസ് ബാക്കി എല്ലാം കൊണ്ട് നമ്മള് സെറ്റാണ് അൽഹംദുലില്ലാ. നെഗറ്റീവ് ഇത് ഒരിക്കലും നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മാത്രം പ്രശ്നങ്ങളാണ് കേട്ടോ. അതായത് നമ്മുടെ ചില തീരുമാനങ്ങൾ മാത്രമാണ്. ഈ നടുമുറ്റം ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതായത് ഒരുപാട് പേര് നെഗറ്റീവ്, നിങ്ങളിതുകൊണ്ട് ബുദ്ധിമുട്ടും, നിങ്ങളിതുകൊണ്ട് മഴ പെയ്താൽ ഒന്നുമില്ല ഗ്ലാസ് ഇടും, അത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഇടും. വേനൽക്കാലത്ത് ഇതുപോലെ തുറന്നിടുന്ന സെറ്റപ്പ് ആക്കും, അല്ലെങ്കിൽ അടിയിൽ നിന്ന് തുറക്കുന്ന സെറ്റപ്പ് ആക്കും, എന്തെങ്കിലൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു വീട്ടിന് ഈ ഒരു സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. കാരണം എല്ലാ ഹാളുള്ള പോലെ ഒരു സംഭവം. പക്ഷെ ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നതും ചിലവഴിക്കുന്നതും ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഗൈസ് അല്ലേ? ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്ന്, വീടിൻ്റെ അപ്ഡേഷൻസ് അറിയണം എന്നുണ്ടെങ്കിൽ, അതായത് ബഡ്ജറ്റ് കുറച്ച് സാധനങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, അറിയണം എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമൻറ്റ് ചെയ്തോളി. ഞാൻ ഓരോ സെക്ഷനായിട്ട് വഴിയെ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം ഞാൻ പറഞ്ഞു തരാം അല്ലേ?
ഒന്നാമത് ആളുകൾക്ക് നമ്മുടെ വീട് കണ്ട് മടുക്കാൻ കാരണം ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ കൊടുത്തുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് ഇൻ്റർവ്യൂസിൽ നമ്മുടെ ഒരുപാട് ഹോം ടൂറുകൾ വന്നായിരുന്നു. ആ ഒരുപാട് ഹോം ടൂറുകളിൽ പറഞ്ഞത് തന്നെ ഞാൻ എനിക്ക് പറയാം, അല്ലാതെ എനിക്ക് എൻ്റെ വീടിനെ കുറിച്ച് വേറൊന്നും പറയാനില്ലായിരുന്നു. അപ്പോൾ ഒരു ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതെങ്ങനെ ബഡ്ജറ്റ് കുറച്ചു, എന്ത് ഉപയോഗിച്ച് മെറ്റീരിയലാണെന്നൊന്നും പറയാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ഓലെ വീഡിയോസ് എടുത്ത് പോയി. എനിക്കിത് നമുക്ക് ഉപകാരമുള്ള ആളുകൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ പറയുമ്പോഴേക്കും വേറെ കുറേ ആളുകൾ വന്ന് എൻ്റെ ഒരു വീട് ജന്നൊരു വീട് വെച്ചിട്ടുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് തകർത്തും. അപ്പോൾ പിന്നെ അത് പറയാനുള്ള മൈൻഡൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, പിന്നെ ഒരു വീടിൻ്റെ പോസിറ്റീവ് മാത്രമല്ല ഞാൻ ചെയ്തതിൽ എനിക്ക് പറ്റിയ ചെറിയ നെഗറ്റീവ് വരെ ഞാനിതിൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഓക്കെ അല്ല. എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ചകളുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.